നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ യുദ്ധം ഒത്തുതീർപ്പാക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ വീണ്ടും നീളുകയാണ്. അതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ ഒരു വധശ്രമം സംഭവിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ട്രംപിന് മുന്നിൽ 3 വഴികളാണ് നിലവിലുള്ളത്. സമാധാനമായ ചർച്ചകൾ നാടകീയമായി റദ്ദാക്കിയതിനും ഇറാന്റെ അവസാന നിമിഷത്തെ ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങൾ തള്ളിയതിനും പിന്നാലെ ഇറാൻ യുദ്ധത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ട അവസ്ഥയിലാണ് ഡൊണാൾഡ് ട്രംപ്. വരും ദിവസങ്ങളിൽ ഇറാന്റെ എണ്ണ പൈപ്പ് ലൈനുകൾ തകരുമെന്ന ഭീഷണിയും ട്രംപ് ഉയർത്തിയിട്ടുണ്ട്. അതായത് ഇറാന്റെ ഏറ്റവും വലിയൊരു സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് എണ്ണ വ്യാപാരം തന്നെയാണ്. അപ്പോൾ ഈ പൈപ്പ് ലൈനുകൾ വഴി എണ്ണ പോകുന്ന ആ മേഖലകളിലൊക്കെ തന്നെ ഈ പൈപ്പ് ലൈനുകൾ തകർത്തു കഴിഞ്ഞാൽ അത് വലിയൊരു നാശനഷ്ടം തന്നെ സാമ്പത്തികമായിട്ട് ഇറാന് സംഭവിക്കും. മാത്രമല്ല അതൊക്കെ വീണ്ടും പുനർനിർമ്മാണം നടത്താമെങ്കിൽ തന്നെ വർഷങ്ങൾ വേണ്ടിവരും. പ്രത്യേകിച്ച് ഇപ്പോൾ യുദ്ധ മുഖത്ത് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ പുനർനിർമ്മാണം നീളുമ്പോൾ ഇറാനെ വരും കാലങ്ങളിൽ സാമ്പത്തികമായിട്ട് ഇത് തകർക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ രാഷ്ട്രീയ ലോകത്തെ അമ്പരിപ്പിച്ച ഈ നീക്കങ്ങൾ മേഖലയിൽ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് ഡിന്നറിനിടെ വെടിവയ്പ് ഉണ്ടാവുകയും ട്രംപിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്ത ശനിയാഴ്ച രാത്രിയിലെ സംഭവ വികാസങ്ങൾക്ക് പിന്നാലെയാണ് ഇറാന്റെ കാര്യത്തിൽ കടുത്ത നിലപാടുമായി അദ്ദേഹം രംഗത്തെത്തിയത്. യുദ്ധത്തിൽ വിജയം ഉറപ്പിക്കണമെന്നും ഇറാനെ തങ്ങളുടെ നിബന്ധനകൾക്ക് കീഴിൽ കൊണ്ടുവരണമെന്നും ട്രംപ് ആഗ്രഹിക്കുന്നു. ഇതിനായി 3 വഴികളാണ് ട്രംപിന് മുന്നിലുള്ളതെന്നും വാൾസ്ട്രീറ്റ് ജേണൽ അടക്കം റിപ്പോർട്ട് ചെയ്തു. യുദ്ധം ശക്തമാക്കുക, ഹോർമുസ് കടലിടുക്ക് അടച്ചുകൊണ്ട് ഇറാനെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കുക, അല്ലെങ്കിൽ തനിക്ക് താല്പര്യമില്ലാത്ത ഒരു കരാറിന് വഴങ്ങുക എന്നിവയാണ് ട്രംപിന് മുന്നിലുള്ള ഈ 3 വെല്ലുവിളികൾ. ഈ 3 വെല്ലുവിളികളെ ട്രംപ് എങ്ങനെ കാണും എന്നുള്ളതിന്റെ ഗതി അനുസരിച്ചിരിക്കും യുദ്ധത്തിന്റെ ഭാവി. ഇതിൽ ഏത് വഴി തെരഞ്ഞെടുക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത്. ചർച്ചകളിൽ നിന്ന് പിന്മാറിയ ട്രംപ് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനകളാണ് ഇപ്പോൾ നടത്തുന്നത്. ഇറാന്റെ എണ്ണ പൈപ്പ് ലൈനുകൾ 3 ദിവസത്തിനുള്ളിൽ പൊട്ടിത്തെറിക്കുമെന്നാണ് ട്രംപ് ഫോക്സ് ന്യൂസ് നൽകിയ അഭിമുഖത്തിൽ അവകാശപ്പെട്ടിരിക്കുന്നത്. അതായത് ഭൂമിക്കടിയിലെ മാറ്റങ്ങളും യന്ത്ര തകരാറുകളും മൂലം പ്രകൃതിദത്തമായി തന്നെ ഈ സ്ഫോടനങ്ങൾ സംഭവിക്കുമെന്നാണ് ട്രംപിന്റെ വിചിത്രമായ വാദം. ഒരിക്കൽ തകർന്നാൽ ഇവ പഴയപടി പുനർനിർമ്മിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കേണ്ടിയിരുന്ന സമാധാന ചർച്ചകൾ അവസാന നിമിഷമാണ് ട്രംപ് റദ്ദാക്കിയത്. സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്നർ എന്നിവരടങ്ങുന്ന പ്രത്യേക സംഘത്തെ അയക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇറാന്റെ നേതൃത്വത്തിനുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും ആശയക്കുഴപ്പങ്ങളുമാണ് ചർച്ചകളിൽ നിന്ന് പിന്മാറാൻ കാരണമായി ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത്. തങ്ങളുടെ പക്കലാണ് എല്ലാ കാർഡുകളും ഉള്ളത്, അവരുടെ പക്കൽ ഒന്നുമില്ല. അവർക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മാത്രം മതിയെന്നായിരുന്നു ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. ഇതിനിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായും സൈനിക മേധാവിയുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പാകിസ്ഥാൻ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങളുമായി സഹകരിക്കുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്കയുടെ പിന്മാറ്റം തിരിച്ചടിയായി. താൻ യാത്ര റദ്ദാക്കി 10 മിനിറ്റിനുള്ളിൽ ഇറാൻ പുതിയൊരു നിർദ്ദേശം സമർപ്പിച്ചതായും ട്രംപ് വെളിപ്പെടുത്തി. ഈ നിർദ്ദേശം പഴയതിനേക്കാൾ മികച്ചതാണെങ്കിലും താൻ പൂർണ്ണ സംതൃപ്തനല്ലെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഇറാൻ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും അത് മതിയാകില്ലെന്നാണ് എയർഫോഴ്സ് 1-ൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴും ട്രംപ് വ്യക്തമാക്കിയത്. അതേസമയം ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അമേരിക്കയുടെ നിലപാടുകൾ അംഗീകരിക്കില്ലെന്നും തങ്ങളുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടു നൽകില്ലെന്നുമാണ് ഇറാന്റെ നിലപാട്. കഴിഞ്ഞ വർഷങ്ങളിലെ ചർച്ചകൾക്ക് പിന്നാലെ ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ചതും ചൂണ്ടിക്കാട്ടി വിശ്വാസ്യതയുടെ പ്രശ്നവും ഇറാൻ ഉന്നയിക്കുന്നു. യുദ്ധം മൂലം ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ചരക്ക് നീക്കം ഏതാണ്ട് തടസ്സപ്പെട്ട നിലയിലാണ്. ഇത് ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വെടിനിർത്തൽ നീട്ടണമെന്ന പാകിസ്ഥാന്റെ അഭ്യർത്ഥന ട്രംപ് അംഗീകരിച്ചിരുന്നുവെങ്കിലും സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ഫെബ്രുവരിയിൽ നടന്ന ആദ്യവട്ട ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ വൈസ് പ്രസിഡന്റ് JD വാൻസ് ചർച്ചകളിൽ പങ്കെടുക്കാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് സൂചന. ഇറാന്റെ ഭരണ നേതൃത്വത്തിലുള്ള മാറ്റങ്ങൾക്കായി അമേരിക്ക കാത്തിരിക്കുകയാണെന്നും അതല്ലെങ്കിൽ കടുത്ത സൈനിക നീക്കത്തിലേക്ക് നീങ്ങുമെന്നാണ് സൂചന. ഇറാനെ ട്രംപ് ഇന്നലെ 3 ദിവസത്തെ സമയം അനുവദിച്ചിരുന്നു. അതിനുള്ളിൽ US-മായി ഡീലിന് തയ്യാറാകണം. അനുസരിച്ചില്ലെങ്കിൽ ഇറാനിലെ എണ്ണ പൈപ്പ് ലൈനുകൾ തകർത്ത് തരിപ്പണമാക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്.
ഇറാനെ ചർച്ചയ്ക്ക് നിർബന്ധിതരാക്കാനുള്ള സമ്മർദ്ദ തന്ത്രമാണിതെന്നാണ് വിലയിരുത്തൽ. ഇറാൻ പ്രതിനിധികൾ തമ്മിൽ പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നടന്നേക്കുമെന്ന് പ്രതീക്ഷിച്ച തുടർ ചർച്ചാ നീക്കവും പൊളിഞ്ഞിരുന്നു. പാകിസ്ഥാനിലേക്ക് പോകാനിരുന്ന യുദ്ധതന്ത്ര പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകൻ കൂടിയായ ജെയ്ഡ് കുഷ്നർ എന്നിവരെ ട്രംപ് മടക്കി വിളിച്ചു. യാത്ര ചെയ്ത് വെറുതെ കുറെ സമയം കളഞ്ഞു, ഞങ്ങൾക്ക് വേറെ കുറെ ജോലിയുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇറാനിൽ ആരാണ് ലീഡർ എന്നതിനെ കുറിച്ച് അവർക്കിടയിൽ തന്നെ തർക്കമാണ്. ആരാണ് ലീഡർ എന്ന് ആർക്കും അറിയില്ല. ഇനി ചർച്ച വേണമെങ്കിൽ ഇറാൻ തീരുമാനിക്കട്ടെ എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നതും ഇറാനും US തമ്മിൽ ഉപരോധം കടുപ്പിച്ചതുമാണ് എണ്ണവിലയെ കുതിപ്പിന്റെ പാതയിലാക്കിയത്. യുദ്ധത്തിന് മുമ്പ് പ്രതിദിനം ശരാശരി 135 കപ്പലുകൾ പോയിരുന്ന പാത ഇപ്പോൾ ഏറെക്കുറെ നിശ്ചലമാണ്. നൂറുകണക്കിന് കപ്പലുകൾ ഹോർമുസിന് ഇരുവശത്തുമായി കുടുങ്ങിക്കിടക്കുന്നു. ഈ കപ്പലുകളിലായി ഏതാണ്ട് 20,000-ൽ പരം ജീവനക്കാരുണ്ട്. അവരുടെയൊക്കെ തന്നെ എന്ന് അവർക്ക് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാനാകും എന്നുള്ള ഒരു ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. അതേസമയം തന്നെ കടലിലായി തങ്ങളുടെ പടക്കപ്പലുകളെയൊക്കെ തന്നെ അവിടെ വിന്യസിച്ചിരിക്കുന്നതിൽ നിന്നും ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടായിട്ടില്ല. ഒരു നാവിക ശക്തി അവിടെ വർദ്ധിപ്പിച്ചിരിക്കുക തന്നെയാണ് ട്രംപ് ചെയ്തിരിക്കുന്നത്. അതായത് നിലവിൽ ഒരു ആക്രമണത്തിനുള്ള എല്ലാ സാധ്യതയും മുൻപിൽ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് വ്യക്തമായ സൂചന നൽകുന്നതാണ് ട്രംപിന്റെ ഓരോ നീക്കങ്ങളും.